ഹലോ, വെൽക്കം ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്, ചെമ്മീൻ ബിരിയാണി. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കുക്കറിൽ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. കുക്കറിൽ വെച്ചുണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പത്തിലുള്ളൊരു ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1 കിലോ അരിയോളം ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഒരുപാട് നേരമൊന്നുമല്ല, ഒരു 20 മിനിറ്റൊക്കെ അരിക്കുള്ള ആ ഒരു വെള്ളം തിളച്ച് കിട്ടുന്നത് വരെ മാത്രം. അപ്പോൾ നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് അരി വേവിച്ചെടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുക്കുന്നത്. 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെള്ളം കറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം, 2 കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 3 ഗ്രാമ്പു. അങ്ങനെ വളരെ കുറച്ച് മാത്രം സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി ഞാനിവിടെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനെഗറോ നാരങ്ങാനീരോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ ചേർത്ത് കൊടുത്തതാണ് ഉപ്പ്. എന്നാലും അരി ഇട്ടതിന് ശേഷം ഉപ്പ് കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളക്കുന്നത് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേവിക്കാൻ വെച്ച റൈസ് ഒന്ന് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അരി വേവിച്ചെടുക്കുന്ന അതേ സമയം തന്നെയാണ് ഞാൻ മസാലയും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീൻ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഞാൻ അത്യാവശ്യം വലിയ ചെമ്മീൻ നോക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ്. ഒപ്പം തന്നെ 2 ഇഞ്ച് കനത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, 1 ഉണ്ട മുഴുവൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ആവശ്യമില്ല, ജസ്റ്റ് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. കറിവേപ്പിലയോ പുതിനയോ മല്ലിയിലയോ നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു കുക്കർ വെക്കാണ്. ഇപ്പോൾ കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത കുരുമുളക്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെമ്മീനും അതുപോലെ തന്നെ മസാലയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. റൈസിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അടിക്ക് പിടിക്കില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാനിതിലേക്ക് പകുതി റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ റോസ് വാട്ടർ, കുറച്ച് കാഷ്യൂസ്, കുറച്ച് റൈസിൻസ്. ഇതിലേക്ക് വീണ്ടും കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. റൈസിൻസും ചേർക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് 1 വിസിൽ വരുന്നതിന് മുൻപ് വരെ നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. 1 വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യാം. ഇത് പിന്നെ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിരിക്കും. ചില കുക്കറിൽ 1 വിസിൽ പെട്ടെന്ന് വരും. അങ്ങനെയാണെങ്കിൽ 1 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും തന്നെ ആ ഒരു വിസിൽ വരാനാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതിൻ്റെ എയർ എല്ലാം തനിയെ റിലീസായി കഴിയുമ്പോഴേക്കും നമുക്കത് തുറന്നാൽ മതി. അതുവരെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റൈസൊക്കെ ദമ്മിലിരുന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസ് ഒന്നും കട്ട പിടിച്ച് കിടക്കുന്നില്ല, എല്ലാം വിട്ട് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.